വളരെ വേദനാജനകമായൊരു സംഭവമാണ് തൃശ്ശൂരിൽ നടന്നത്. വിദ്യാർത്ഥി മിനി ലോറി ഇടിച്ചു മരിച്ചു. അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഓടിക്കൂടിയവരിൽ കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു. മൃതദേഹം കണ്ടതോടെ അമ്മ ബോധരഹിതയായി നിലത്ത് വീണു. തൃശ്ശൂർ പെരുമ്പിലാവിലാണ് ഈ അപകടം നടന്നത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി അൽ ഫൗസാനാണ് മരണപ്പെട്ടത്. അൻസാർ ആശുപത്രിയിലെ നഴ്സായ അമ്മ സുലേഖ മറ്റുള്ളവരുടെ കൂടെ മരിച്ചതാരാണെന്നറിയാൻ സംഭവ സ്ഥലത്ത് എത്തിയതായിരുന്നു. മൃതദേഹം മകൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ സുലേഖ ബോധം നഷ്ടപ്പെട്ട് താഴെ വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവർക്ക് ആദ്യം കാര്യം മനസ്സിലായതുമില്ല. പിന്നീടാണ് സുലേഖയുടെ മകനാണ് മരിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഇന്നലെ രാവിലെയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. അൽ ഫൗസാൻ ആക്കിക്കാവ് DMVH സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആക്കിക്കാവിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അൽ ഫൗസാനെ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന മിനി ലോറി ഇടിച്ചത്. റോഡ് പണി നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് സൈക്കിൾ തള്ളിക്കൊണ്ടാണ് റോഡരികിലൂടെ അൽ ഫൗസാൻ പോയിരുന്നത്. അൽ ഫൗസാനെ ഇടിച്ചു തെറിപ്പിച്ച മിനി ലോറി ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല. കുന്നംകുളം ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു മിനി ലോറി. അപകടത്തിന് പിന്നാലെ ലോറി ഒരു കാറിലും സ്കൂട്ടറിലും ഇടിച്ച് 50 മീറ്ററോളം മാറിയാണ് നിന്നത്. സുലേഖയും ഭർത്താവ് മെഹബൂബും അൻസാർ ആശുപത്രിയിലെ ജീവനക്കാരാണ്. മകനെ ട്യൂഷന് വിട്ടിട്ടാണ് ഇരുവരും ജോലിക്ക് പോയതും.